അപ്പോൾ മുന്നത്തെ വീഡിയോൻ്റെ പാർട്ട് 2 ആണ് ഇത്. അപ്പോൾ ആ ഒരു വിഷയമായിരിക്കും നിങ്ങൾ ലാസ്റ്റ് കണ്ടുണ്ടാവുക. അപ്പോൾ ഇതാണ്ടോ, ഇവിടെ കുറച്ച് സിമൻറ്റ് കട്ടയും പിന്നെ മൺകട്ടയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അവിടെ ഒന്ന് നേരെ ഒന്ന് വെക്കാൻ. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ പോയില്ലെങ്കിൽ വേറെ ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മെല്ലെ പോയി കണ്ടോ ഇവിടെ കൊണ്ടുവന്ന് ഇടണം. അങ്ങനെ ഞാനൊരു 10 എണ്ണം, മാക്സിമം ഒരു 10 സിമൻറ്റ് കട്ട ഞാൻ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഒരു 4 എണ്ണം എടുക്കും, പിന്നെ 2 എണ്ണം എടുക്കും, അങ്ങനെ എടുത്തെടുത്ത് എങ്ങനെയൊക്കെയോ 10 സിമൻറ്റ് കട്ട ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരു 10-12 സിമൻറ്റ് കട്ട ഇനി ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഫ്രണ്ട് ഭാഗം കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഉള്ള ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു കുന്ന് പോലെയാണ് മണ്ണുള്ളത്. അപ്പോൾ ഇത് എന്തോ ഒരു ആവശ്യത്തിന് മണ്ണ് അവിടെ ഇട്ടത് അങ്ങനെ മഴയൊക്കെ കൊണ്ട് നല്ല ഡ്രൈ ആയി, അങ്ങോട്ട് നല്ല പാറ പോലെയായി. അപ്പോൾ അതൊക്കെ ഒന്ന് കിടച്ച് മറിച്ചതുണ്ടോ, ഞാൻ നിൽക്കണതിൻ്റെ ആ കല്ല് വെച്ചതുണ്ടോ, ആ കല്ലിൻ്റെ ആ ഒരു ലെവലിൽ ആ കുന്നൊന്ന് ഇടിച്ച് ആ മണ്ണൊക്കെ ഒന്ന് മാറ്റണം. അപ്പം ഞാനിവിടെ ഏകദേശം മണ്ണും കാര്യങ്ങളൊക്കെ ഇതേപോലെ കണ്ടോ, ഇവിടെ ഒരു കുന്നാണ്, ചെറിയൊരു കുന്നാണ്, മണ്ണൊക്കെ നിന്നിട്ട് ചെറിയത് അതൊന്ന് ഇടിച്ച് നമുക്ക് ഈ ലെവലൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഇതുണ്ടോ, ഓൾമോസ്റ്റ് ഞാൻ കുറച്ചേ ചെയ്യണുള്ളൂ. കുറച്ച് ഇതേപോലെ ഇതും കൊണ്ട് പിക്കാസും കൊണ്ട് കിളച്ചിട്ട് മണ്ണ് കോരുകയാണ്. കണ്ടോ, അപ്പോൾ ഞാൻ കുറച്ച് സിമൻറ്റ് കട്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിൽ 10 എണ്ണം തികഞ്ഞിട്ടുണ്ട്. ഇനി കല്ല് കടത്താനാണ്. അതേപോലെ ഇനി ഫുള്ളും ഇതിൻ്റെ റൗണ്ട് നമുക്ക് മൊത്തം ഇതേപോലെ എടുത്ത് മാറ്റി വയ്ക്കണം. കണ്ടോ, ഏകദേശം ഞാൻ ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് മൊത്തം ആ കുന്നൊന്ന് നമുക്ക് ഇടിച്ച് ആ കല്ലിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ, അതാണ് ലെവല്. ആ ലെവല് നോക്കിയിട്ടാണ് ഞാൻ മണ്ണ് ഇങ്ങനെ ഇടിച്ചിട്ട് ആ മണ്ണ്, ഈ മണ്ണ് എവിടെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ മരത്തിൻ്റെ താഴേക്ക് തന്നെ ഇടണം. എന്താണ്, നമ്മൾ കല്ല് കെട്ടിപ്പൊക്കുമ്പോൾ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവിടേക്ക് എന്തായാലും ഇടാലോ കൊണ്ടിട്ടാണ്. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് എല്ലാവിടെയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് കല്ലും കൂടി കിടത്തി വയ്ക്കാനുണ്ട്. കണ്ടോ, 10 കല്ലൊന്നും തികഞ്ഞില്ല, പിന്നെയും കുറേ കല്ല് കിടത്തേണ്ടി വന്നു. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു ലെവലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ആരും അത് മറക്കല്ലേ. അപ്പോൾ ഇതുണ്ടോ, ഏകദേശം ഒക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വെയിലാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിത് ചെയ്യണമല്ലോ. കുറേ ആയി വിചാരിക്കുന്നു ഇവിടെ ഒന്ന് ചെയ്യണമെന്ന്, പക്ഷേ സംഭവം നടക്കുന്നില്ല. അപ്പോൾ ഇതാ ആ കുന്നുപോലുള്ള മണ്ണൊക്കെ ഞാനിങ്ങനെ ഇവിടെ നിന്ന് കോരി എടുത്തിട്ടതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി ഉള്ള ഗ്യാപ്പിക്കൊക്കെ ഒന്ന് ഇറക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് നേരെ ആവുള്ളൂ, അല്ലെങ്കിൽ അവിടെ വീണ്ടും ഒരു കുന്നുപോലെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ 4 പറവും ഞാൻ ആ മണ്ണൊക്കെ കോരിയിട്ടതൊക്കെ ആ കല്ലിൻ്റെ അടുത്ത് ചേർത്തി ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നേരെ ഒന്ന് ആക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടോ, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. എല്ലാ മണ്ണും ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് പണി കൂടാൻ ചാൻസ് ഉണ്ട്, ഇത് തന്നെ ആക്കിയില്ലെങ്കിൽ. അപ്പോൾ ഇതാ അതിന് മേലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയും അതിൽ പണിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ നിന്ന് കുത്തി ഇളക്കിയ മണ്ണല്ലേ, ഉള്ളിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മാല, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ആ മണ്ണ് കളിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മാലയാണ്. ഇതെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ആ മണ്ണൊക്കെ ഒന്ന് കളിച്ച് അതിൽ കല്ലും മുട്ടിയും പിന്നെ ചപ്പും ചവറും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മളെന്തെങ്കിലും ചെടി വയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ഭ്രാന്തി വരും പിന്നീട് അത് കാണുമ്പോൾ. അപ്പോൾ കൈയോടെ തന്നെ എന്തായാലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് കേട്ടോ, എല്ലാ ചപ്പും ചവറൊക്കെ എടുത്ത് മണ്ണൊക്കെ അങ്ങനെ നീറ്റാക്കി വെള്ളമൊക്കെ നനച്ച് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത ടാസ്ക് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് ചെടി വയ്ക്കണം. അതിന് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നേരെ എടുത്തത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു മരത്തിൻ്റെ താഴെ വെച്ചൊരു പുല്ലാണ്. ഇത് ചെറിയൊരു പീസാണ്, എവിടെയോ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ വെള്ളം ഒഴിച്ച് വളർത്തി കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ ആക്കിയത്.
അപ്പോൾ അതിന്ന് കുറച്ച് സൈഡൊക്കെ വന്നിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കി വെച്ച് പിടിപ്പിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ പാളിപ്പോയാൽ അവിടെ വേറെ ഏതെങ്കിലും ചെടി വെക്കണം. ഇതേപോലെ വരികയാണെങ്കിൽ സെറ്റ് ആയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ചധികം പുല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ചധികം പുല്ലും ഒക്കെ ഞാനിതാ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും പുല്ല് അവിടെ നിന്ന് വെട്ടിയിട്ടുണ്ട്. അതിന് 4 പറത്തി പുല്ലൊക്കെ എടുത്തിട്ട് അതിൻ്റെ താഴെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് പിടിക്കോ ഇല്ലേന്നൊന്നും അറിയില്ല, ഒന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഞാനൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. 2 നേരം വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ചെടിയാണ് നമുക്കിനി വെക്കാനുള്ളത്. ഈ പ്ലാന്റ് ഇതാ അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ വെച്ച് വിടാനാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പം അവിടെ വീണ്ടും നമുക്ക് മണ്ണൊക്കെ ഒന്ന് കളിച്ച് മറിക്കണം, എന്നാലാണ് ഇത് പോവുള്ളൂ. വീണ്ടും ഞാൻ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് മണ്ണൊക്കെ മാറ്റി ഞാൻ ഈ ഒരു ചെടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേണ് കാണാൻ നല്ല ഭംഗിയുണ്ടാവുള്ളൂ. ഇവിടെ വേറെ ഏതെങ്കിലും ചെടി വെക്കാനായിരുന്നു ആദ്യം പ്ലാന്. അപ്പോൾ ഉമ്മയൊക്കെ പറഞ്ഞു ആ ചെടി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻ്റൊക്കെ ചെയ്യണേ. അപ്പോൾ പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.